ഒടുവിൽ ഗതികെട്ട് ചെങ്കുള നിവാസികൾ നഗരസഭാ കാര്യാലയത്തിലെത്തി. കടത്തില്ലാതെ നാളുകളായി ബുദ്ധിമുട്ടിലായ ഇവർ നഗരസഭാ അധികാരികളോട് നേരിട്ടെത്തി പരാതിപ്പെട്ടു. പുതിയ വെള്ളം നൽകാമെന്ന നഗരസഭാ അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് ഒടുവിൽ പിരിഞ്ഞുപോയത്. രാവിലെ 10 മണിയോടെ വിദ്യാർത്ഥികളടക്കം 50-ലേറെ വരുന്ന ആളുകളാണ് നഗരസഭയിലെത്തിയത്. ഇവിടുത്തെ പ്രദേശവാസികളുടെ ദുരിതാവസ്ഥ ലൈവ് വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് നഗരസഭാ ഉപാധ്യക്ഷൻ VP ഉണ്ണികൃഷ്ണൻ ഇവരുമായി സംസാരിച്ചു. 1 മാസത്തിനകം പുതിയ വള്ളം നൽകാമെന്നും കല്ലടയാറിന് കുറുകെ ഇവിടെ നടപ്പാലം നിർമ്മിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് പദ്ധതി രൂപീകരിക്കുമെന്നും ഉറപ്പു നൽകി. ആ ഫയലായതിൻ്റെ ഇപ്പോൾ കൊണ്ടൊരു കോപ്പി ഞാൻ നോട്ടീസ് കൊടുത്തിട്ട് എത്ര ദിവസമായി നോക്കൂ. സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്താൽ ആ വള്ളം മുങ്ങിയ സാഹചര്യത്തിൽ അടിയന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്താൽ. അപ്പോൾ ആ വള്ളം പണി എന്ന് പറഞ്ഞാൽ നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് ചെയ്യാനോ. പെട്ടെന്നൊരു വെള്ളം വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വകാര്യ വ്യക്തി വാങ്ങിക്കുന്നവർ മുനിസിപ്പാലിറ്റിക്ക് വാങ്ങിക്കാനൊക്കത്തില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ വളരെ റിസ്ക് എടുത്ത് തന്നെ ഇന്നലെ ഞാനവിടെ പോയായിരുന്നു. ഇന്നലെ ആയിരുന്നല്ലോ അവരെ കൂടെ. കാരണം ഈ വള്ളം ഒരു ശാശ്വതം അല്ല. എല്ലാ വർഷവും ഇനി വെള്ളം എന്ന് പറഞ്ഞിട്ട് നിൽക്കാകത്തില്ല. പാലത്തിൻ്റെ പോലും ഇപ്പോൾ അതിൻ്റെ അടിയന്തര നടപടിയെടുത്ത് പാലത്തിൻ്റെ ഈ പദ്ധതിയിൽ വെക്കാനുള്ള നടപടി അവർ സ്വീകരിക്കും. കടത്തുകാരൻ സുകുമാരന് ഇത്തവണ ഓണത്തിന് ബോണസ് നൽകാതിരുന്നതിനെ സംബന്ധിച്ചും പ്രദേശവാസികൾ ചെയർമാനുമായി സംസാരിച്ചു. ഉടൻ തന്നെ ഇദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു. ഇതിനെ സംബന്ധിച്ച് സർക്കാർ ഓർഡറില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ മറുപടി. 4600 രൂപയായിരുന്നു കടത്തുകാരന് നഗരസഭ പ്രതിമാസം നൽകിയിരുന്നത്. ഇപ്പോഴുള്ള കൗൺസിൽ അധികാരത്തിലേറിയപ്പോൾ 600 രൂപ കൂടി കൂട്ടി 4800 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ബോണസ് സംബന്ധിച്ചും വേണ്ട നടപടി ഉടൻ സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേലാണ് ആളുകൾ പിരിഞ്ഞത്. ലൈവ് വാർത്ത, പുനലൂർ.